أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. സഞ്ചാൻ എന്ന കിതാബാണ് നമ്മൾ തുടങ്ങിയത്. അതിലെ ഫീലുകളുടെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. സുലാസി മുജറദ്, സുലാസി മസീദ് ഫീഹി, റുബായി മുജറദ്, റുബായി മസീദ് ഫീഹി എന്ന് തുടങ്ങി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കുറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ സർഫാക്കുകയും ചെയ്തു. 4ഉം 1ഉം 5 അല്ലേ? 5 അല്ല, 7 എണ്ണം സർഫാക്കി. നല്ല സർഫാക്കിയത് നമ്മൾ എവിടെ? റാഫിക്ക, സുഹേൽ സാറേ, സുലാസി മസീദ് ഫീഹിയിൽ നിന്നും ഇതുവരെ അല്ലേ? 5 എണ്ണം, 5ഉം 5-ാം ബാബ്. ഇനി നമ്മൾ പറയുന്നത് സുലാസി മസീദ് ഫീഹിയിലെ തന്നെ മറ്റൊരു ബാബാണ്. നിങ്ങൾക്ക് കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇൻഫഅല 2 അക്ഷരം അതിൽ അധികമായി വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു അലിഫും അതുപോലെ ഒരു സുക്കൂന് ഉള്ള നൂനും. ഇൻഫഅല എന്നതിൻ്റെ മാദിയിൽ നമ്മൾ പറയും ഇൻഫഅല. യൻഫഇലു മുദാരി. ഇൻഫിഅലൻ മസ്ദർ. ഇൻഫിഅലൻ മസ്ദർ. ഫഹുവ മുൻഫഇലുൻ. അത് ഇസ്മു ഫായിൽ. വൻഫുഇല, ആ അലിഫ് കൂട്ടി പറയുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന അലിഫാണ്. അതിന് വസ്ലിൻ്റെ അലിഫ് എന്നാണ് പറയാ. അത് ഇസ്മിലും വരും, ഫിഇലിലും വരും. ബിസ്മില്ലാഹി എന്നുള്ളിടത്ത് മീ എന്നതിന് ശേഷം നമ്മൾ നേരെ ബിസ്മില്ലാഹി എന്നാണ് പറയും. ശരിക്കും അള്ളാഹ് എന്ന പദമാണ് അവിടെ ഉള്ളത്. ഇടയിൽ വരുന്നത് കൊണ്ട് ആ അലിഫ് നഷ്ടപ്പെടും. അതേപോലെ ഇവിടെയും ഇടയിൽ വരുമ്പോൾ തുടക്കത്തിലാണെങ്കിൽ അത് പറയും. അതുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഉൻഫുഇല എന്ന് പറയും. ഉൻഫുഇല. ഒരു വാവ് അവിടെ ഉണ്ടായതുകൊണ്ട് വൻഫുഇല. ആ അലിഫ് സൈലന്റ് ആയി. വാന്ന് നീട്ടരുതേ. വൻഫുഇല. ഇതിന് ഒരു രൂപം എന്ന നിലക്ക് നമ്മൾ പറയുകയാണ്. ശരിക്ക് ഈ ബാബ് ലാസിമായിരിക്കും. ലാസിം എന്ന് പറഞ്ഞാൽ മഫ്ഊൽ ഉണ്ടാവില്ല, ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഒബ്ജക്റ്റ് ഇല്ലാത്ത ഫീലുകൾക്ക് മജ്ഹൂല് രൂപം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ സർഫാക്കി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ രൂപം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മജ്ഹൂലും കൂടി പറഞ്ഞതാണ്. വൻഫുഇല യുൻഫഅലു. അതിന് മജ്ഹൂല് മുദാരി മജ്ഹൂലാണ്. യുൻഫഅലു. ഇൻഫിഅലൻ മസ്ദർ. ഫഹുവ മുൻഫഇലുൻ. മുൻഫഅലുൻ. ഫത്ഹാണ് ഐനിക്ക് കേട്ടോ. മുൻഫഅലുൻ. മറ്റോടത്ത് മുൻഫഇലുൻ ആയിരുന്നു, കസ്റയായിരുന്നു. അൽ അംറു മിൻഹു ഇൻഫഇൽ.
അമ്ര കണ്ടോ, ഇൻ ഫഇൽ, അന്നഹിയു ലാ തൻഫഇൽ, നഹിയു ലാ തൻഫഇൽ. അതിൽ ഖതഅ എന്ന സുലാസി മുജറദിനെ ഈ ബാബിലേക്ക്, ഈ മസീദിലേക്ക് മാറ്റുന്ന സമയത്തുള്ള ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത്. ഖതഅ, ഇവിടെ ഫഅല എന്നുള്ളിടത്ത് ഖതഅ എന്ന് വെച്ചു കൊടുക്കുക. നോക്ക്, ഇൻഖതഅ യൻഖതിഉ ഇൻഖിതാഅൻ ഫഹുവ മുൻഖതിഉൻ. വൻഖുതിഅ യുൻഖതഉ. കേൾക്കുന്നില്ലേ? വൻഖുതിഅ കട്ടായി പോയോ? റെഡിയായോ? ഓക്കെ ഓക്കെ. വൻഖുതിഅ യുൻഖതഉ. ഒന്നുകൂടി പറയാം. ഇൻഖതഅ, അതേ രൂപത്തിൽ തന്നെ, അതിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്, അതേ തന്നെ. ഇൻഖതഅ, ഇൻഫഅല, അതുപോലെ ഇൻഖതഅ യൻഖതിഉ ഇൻഖിതാഅൻ ഫഹുവ മുൻഖതിഉൻ. വൻഖുതിഅ യുൻഖതഉ ഇൻഖിതാഅൻ ഫഹുവ മുൻഖതഉൻ. അൽ അംറു മിൻഹു ഇൻഖതിഉ വന്നഹിയു ലാ തൻഖതിഉ. സിമ്പിളാണ്. ഇനി നമുക്ക് സഹബ എന്ന ഒരു ഫീൽ ഇതേ രൂപത്തിൽ എങ്ങനെ സർഫാക്കുക? സീസ്ക, സഹബ ഇൻഖതഅ എന്നുള്ളടത്തും ഇൻഫഅല എന്നുള്ളടത്തും നമ്മൾ സഹബ വെച്ചിട്ട് പറയാം. എങ്ങനെ പറയും? അല്ല, ഇൻ സഹബ എന്നാ പറയാം പ്രയോഗത്തില്. ഇതേപോലെ ഒരു രൂപം പറയാലോ. സഹബ, ശരിയാണ്. പിന്നെ യെസ്, ക്ലിയർ ആണ്. ഖറജ എന്നാകുമ്പോഴോ? സുഹൈൽ സാർ പറയട്ടെ. ഖറജ യെസ്, വെരി ഗുഡ്. ഇനി കത്തബ, കത്തബ എന്നാണ്. റാഫിക്കൊക്കെ പറയാൻ കഴിയോ? കത്തബ. വണ്ടിയിലാണെങ്കിൽ വേണ്ട, ട്രെയിനിലാണെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. നമ്മളെ ഓക്കെ, വേണ്ട. നസീസ് കത്തീബ് വന്നഹിയു ലാ തൻകത്തിബ്. ഓക്കെ, നമ്മുടെ അസീസ്ക, ഗൾഫത്തെ അസീസ്ക കേട്ടോ. ഒരു എളുപ്പമുള്ളൊരു ഫീൽ പറയാം. സമിഅ, സമിഅ, വൻ
ഒരു 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 ഭാഗത്ത് കൂടി ശരിയായ മതി. ഇൻ സമിഅ എന്നല്ല, ഇൻ സമഅ. നമ്മൾ സുലാസി മുജറദ് ചിലപ്പോൾ സമിഅ എന്നായിരിക്കും, പക്ഷെ അതിൽ ഈ വസനിൽ വരുമ്പോൾ ഇൻ സമഅ എന്നാവും. ഇപ്പൊ സലിമ എന്നാണെങ്കിൽ ഇൻ സലമ ആണ്. ഇൻ ഫഅല ഐൻ ഫീലിനിക്ക് ഫത്ഹാണ്. ബാക്കി ശരിയാണ്. പിന്നെ അതിൽ ഒരു ഐന് രണ്ടാമത് വന്നു, അത് കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ് ശരിയാക്കണ്ട. കഴിഞ്ഞോ? അത് ഇൻസമിയ എന്നാണ് അമ്ര. അമ്ര വരുമ്പോൾ അവിടെ ഇൻസമിയ എന്ന് വരും. അത് ഇവിടെയും ഇൻ ഫൈൽ എന്നാണല്ലോ, ഇൻ ഫൈൽ. ഓക്കെ. ഇനി അടുത്തൊന്നും ഇൻസമിയ നമ്പർ അങ്ങനെ വരും. ഇൻസമആന്ന് മാലി, യൻസമിഉ അതൊക്കെ അങ്ങനെ തന്നെ. യൻസമിഉ അതൊക്കെ ഇവിടെ അങ്ങനെ തന്നെ, ഇതേപോലെ തന്നെ. യൻഫഇലു എന്നല്ലേ ഇവിടെ, അതൊക്കെ സെയിം സെയിം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇനി കറുമൻ്റെത് എടുക്കുമ്പോഴും ഇൻ കറുമ എന്ന് പറയരുത്, ഇൻ കറമ എന്നാ പറയാം. ഈ വസന് സർഫാക്കി വരുന്ന സമയം എന്താ പറഞ്ഞേ റാഫിക്ക്, എന്താ പറഞ്ഞേ? അതെ 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 അതെ. ഞാൻ സമിഅ എന്നുള്ളത് ആ ഉദാഹരണം ചോദിക്കാൻ കാരണം അത് ഇതേ രൂപത്തിൽ പറയണം എന്നുള്ള നിലക്കാം. ശരി, പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഇൻ സമിഅ എന്നായി പോകും, പക്ഷെ ഇൻ സമഅ തന്നെ വേണം. കാരണം ഇതിന് വ്യത്യാസമല്ല. മസീദ് ഫിഹിക്ക് ഈ ഒരു ബാബു ഇനി എന്താവില്ല, ഐൻ ഫീലിനോ ലാം ഫീലോ ഒരു വ്യത്യാസവും വരില്ല, അങ്ങനെ തന്നെ വരിക. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്തത് കേട്ടോ, ഇതേപോലെ തന്നെയാണ്, പക്ഷേ ഇഫ്തഅല എന്നാണ്. ഇഫ്തഅല ആണോ, ഇവിടെ നൂനും അലിഫും ആയിരുന്നു സായിദ മുകളിൽ, ഇവിടെ താഉം അലിഫുമാണ്. ഇഫ്തഅല അത് സർഫാക്കുന്നതും അതേപോലെ മുകളിൽ കൊടുത്ത അതേപോലെ തന്നെ. ഇഫ്തഅല യഫ്തഇലു, മറ്റോടത്ത് യൻഫഇലു എന്ന് പറഞ്ഞില്ലേ, ഇത് രണ്ടും കണക്ട് ചെയ്ത് നമുക്ക് സർഫാക്കാൻ എളുപ്പമാണ്. ഇഫ്തഅല യഫ്തഇലു ഇഫ്തിഅലൻ ഫഹുവ മുഫ്തഇലുൻ വഫ്തുഇല യുഫ്തഅലു. ഉണ്ടോ, മുദാരി മജ്ഹൂൽ യുഫ്തഅലു. ഇഫ്തിഅലൻ ഫഹുവ മുഫ്തഅലുൻ. അൽ അംറു മിൻഹു ഇഫ്തഇൽ വന്നഹിയു ലാ തഫ്തഇൽ. മുകളിൽ കൊടുത്ത അതേ രൂപത്തിൽ തന്നെ, പക്ഷെ അവിടെ സായിദ വരുന്ന അക്ഷരങ്ങൾ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ മുകളിൽ ആദ്യത്തെ കോൺസിക്യൂട്ടീവായിട്ടുള്ള അടുത്തടുത്ത് വരുന്ന ലഫ്ളുകളായിരുന്നു, അക്ഷരങ്ങളായിരുന്നു സായിദ. ഇവിടെ അങ്ങനെയല്ല, ഇടയ്ക്കൊരു ഫാ കയറി വന്നു, ഫാ ഫീൽ. അപ്പം നമ്മൾ ജമഅ ജമഅ എന്നുള്ളതിൻ്റെ ഈ ബാബിലേക്ക് ആക്കുകയാണ്. ഇജ്തമഅ ഉണ്ടോ, ഇജ്തമഅ യജ്തമിഉ ഇജ്തിമാഅൻ ഫഹുവ മുജ്തമിഉൻ. വജ്തുമിഅ യുജ്തമഉ ഇജ്തിമാഅൻ ഫഹുവ മുജ്തമഉൻ. ഉണ്ടോ, സെയിം സെൻ. അൽ അംറു മിൻഹു ഇജ്തമിഉ വന്നഹിയു ലാ തജ്തമിഉ. അൽ അംറു മിൻഹു ഇജ്തമിഉ വന്നഹിയു ലാ തജ്തമിഉ. പറയാ ഇഫ്തഅല. നമുക്ക് ദഖല വെച്ചിട്ടൊന്ന് പറഞ്ഞാലോ? ദഖല, ദഖല വെച്ചിട്ട് ആരാ പറയാ? ഡോക്ടർ സാഹിബ് പറയട്ടെ. കേൾക്കുന്നില്ലേ? ദഖല വെച്ചിട്ട് ഈ ബാബ് സർഫാക്ക്. ഇത് തഖല, ഇത് തഖല, യത് തഖിലു. ആ, ദഖല ദഖല.
ആ അത് അത് ദാലും താവും അടുത്തടുത്ത മഹ്റജാവുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നമാണത്. ദാലും ആ അപ്പൊ നമുക്ക് എന്നാ വേറൊന്ന് ഉദാഹരണം പറയാൻ അടുത്ത്. കേൾക്കുന്നില്ല. പറഞ്ഞോ. നിങ്ങളിപ്പോ എത്ര ദൂരം പോയി? ക്ലിയർ ആവുന്നില്ല. വോയിസ് അയക്കോ? ക്ലിയർ ആവുന്നില്ല ഒന്നും. ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? സയൻസ് ആരെ മേലെ ഓഫ് ആക്കുന്നത്? കണക്ഷൻ മിസ് ആയിക്കുന്നുള്ളൂ. കേൾക്കുന്നില്ല. സോയൽ സാറ് പറഞ്ഞത് കേട്ടില്ല. സോയൽ സാർ ഒന്ന് വോയിസ് അയക്കി, ഞാൻ പറയാം, തന്നെ പ്രതികരിക്കാം. നസറ വെച്ചിട്ടൊന്ന് പറഞ്ഞാൽ. നസറ ഫിസിക്സ്. നസറ എങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കണേ. ഇഫ്താലയിലെ നസറ അസീസ്ക. الأمر منه انتصر. لا الأمر منه انتصر والنهي لا تنتصر. ഓക്കെ, ശരിയാണ്. അപ്പോ കണക്ഷൻ പോകുന്നുണ്ട് അല്ലേ? കണക്ഷൻ ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? എൻ്റെ വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ. ഓക്കെ.
ആ ഓക്കെ ഓക്കെ. വൈഫൈൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ 7 ബാബായിട്ടോ, 7 ബാബായി. ഇനി 8ാമത്തെ പറയല്ലേ, പ്രശ്നമില്ലല്ലോ. അൽ ബാബു സാമിനു, 8ാമത്തത് ഇഫ് അല്ല. ഇഫ് അല്ല 5 അക്ഷരമുണ്ട്. അതിൽ തുടക്കത്തിലെ അക്ഷരവും അവസാനത്തെ അക്ഷരവും അധികമാണ്. ഇഫ് അല്ല, യഫ് അല്ലു, ഇഫ് അല്ല, യഫ് അല്ലു, ഇഫ് ഇലാലൻ, ഇഫ് ഇലാലൻ, ഫഹുവ മുഫ് അല്ലുൻ, വഫുഉല്ല യുഫ്അല്ലു ഇഫ്ഇലാലൻ ഫഹുവ മുഫ്അല്ലുൻ. കേട്ടോ, ഇവിടെ രണ്ടും ഒരേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുഫ്അല്ലുൻ എന്നാണ്, ഇസ്മു ഫായിലും ഇസ്മു മഫൂലും ഒരേപോലെ തന്നെ. സങ്കല്പനയിൽ വ്യത്യാസം ഉണ്ടാവും. അവസാനം ശ്രദ്ധ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഇദ്ഗാം അഴിച്ചു പറയുന്ന സമയം അവിടെ മുഫ് അലിലുൻ എന്നാണ് പറയാ. നിങ്ങളത് അവിടെ കുട്ടികൾ നെറ്റ് ഓൺ. ആ ക്ലിയർ ആയില്ല, നിങ്ങളുടെ വോയിസ് ക്ലിയർ ആയില്ലായിരുന്നു. ഇപ്പൊ കേൾക്കാം. അല്ല, എവിടെ നിങ്ങളുടെ നാട്ടിലത്തെ, നിങ്ങളെ വീടുള്ള സ്ഥലം? നിങ്ങളെ യാത്ര നിങ്ങളുടെ നാട്ടിലെത്തിയ മുറിയും നിങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്തെത്തിയ മുറിയും? യാത്രയിലാണല്ലോ നിസ്കരിച്ചിട്ടുള്ളത്. ഉദ്ദേശിച്ച് യാത്ര ചെയ്തതാണ്, അവിചാരിതമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ? ആദ്യം അങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ ലക്ഷ്യമല്ലല്ലോ, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. നാട്ടിലെത്തി. എത്ര കിലോമീറ്റർ ഉണ്ട് യാത്ര? ഞാൻ പറയാം, പറഞ്ഞ
ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോ അത് പലരും പല രൂപത്തിൽ മനസ്സിലാക്കും. ഞാൻ എന്ത് ചെയ്യാ, ഞങ്ങളോട് പറയാന്ന് വരെ സമയമുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇവിടെ രണ്ടെണ്ണം ഒരുപോലെ കാണാൻ പറ്റും. മുഫ്അല്ലുന്നും ഇവിടെ ഇസ്മു ഫായിലും മുഫ്അല്ലുന്നാണ്, ഇസ്മ മഫ്ഊലും മുഫ്അല്ലുന്നാണ് അല്ലെ, രണ്ടും ഒരേപോലെ കാണുന്നത്. അപ്പോ അവിടെ നമ്മളിത് സങ്കല്പനയിൽ അതൊരു വ്യത്യാസം ഉണ്ട് എന്നാണ് പറയുക. ഇവിടെ മുഫ് അലിലുൻ എന്നായിരിക്കും. ഇവിടെ നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ നിങ്ങൾ മുജ്തമിഉൻ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ മുഫ് അലിലുൻ ഇദ്ഗാം നമ്മൾ അഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സങ്കല്പനയിൽ മുഫ് അലിലുൻ എന്നുണ്ടാവും. ഇപ്പുറത്ത് നമ്മൾ മേലെ പറഞ്ഞ പോലെ മുജ്തമഉൻ എന്ന് പറഞ്ഞ പോലെ മുഫ് അലലുൻ എന്നാ വരിക. പക്ഷെ അവിടെ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമായ സ്ഥലമായതുകൊണ്ട് രണ്ടും മുഫ് അല്ലുൻ എന്ന് പറയും. ഇദ്ഗാം ചെയ്യൽ നിർബന്ധമായ സ്ഥലമായതുകൊണ്ട് അതിൻ്റെ സങ്കല്പനയിൽ അതെന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഒന്ന് മുഫ് അലിലുൻ ആണ്, ഒന്ന് മുഫ് അലലുൻ. അധികം കൂടുതലൊന്നും ഈ ബാബ് വരില്ല, എന്നാലും നമ്മളിതിൻ്റെ സുലാസി മസീദ് ഫീഹിയിൽപ്പെട്ട ഒന്നായതുകൊണ്ട് അതിൻ്റെ ഭാഗം പറയേണ്ടി വരികയാണ്. ഇഫ് അല്ല അതേ രൂപത്തിൽ കണ്ടോ, യഹ്മറ യഹ്മറ യഹ്മറു ഇഹ്മിറാറൻ, യഹ്മറ യഹ്മറു ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ. വഹ്മുറ യുഹ്മറു ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ. അൽ അംറു മിൻഹു ഇഹ്മറ വന്നഹിയു ലാ തഹ്മറ, വന്നഹിയു ലാ തഹ്മറ. ഇത് നമ്മളിനി മറ്റൊരു ഫീൽ എടുത്ത് ഉദാഹരണം പറയാ. നസർ എടുത്ത് നോക്കുക. ഇൻസറ അങ്ങനെ പറയാം, ഇൻസറ. ലാം ഫീല് റ ആണ് അതിൻ്റെയും, ഇവിടെ റ ആണല്ലോ. അതുപോലെ ഐൻ ഫീല് സാദാണ്, ഫ ഫീല് നൂനാണ്. അപ്പൊ ഇൻസറ യൻസറു ഇൻസിറാറൻ ഫഹുവ മുൻസറുൻ. വൻസുറ യുൻസറു ഇൻസിറാറൻ ഫഹുവ മുൻസറുൻ. അൽ അംറു മിൻഹു ഇൻസറ വന്നഹിയു ലാ തൻസറ എന്ന് പറയാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇത് രണ്ടും ഒരുപോലെയായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. മാലിയും അമ്രും ഇഹ്മറ, ഇവിടെ ഇഹ്മറ, ഇതും അതും സങ്കല്പനയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഇഹ്മറ, ഇപ്പുറത്ത് ഇഹ്മരിർ എന്നായിരിക്കും ഉണ്ടാവുക. ഇഹ്മരിർ ഇഹ്മരിർ എന്നുണ്ടാവുക. അത് സങ്കല്പനയിൽ കേട്ടോ. കാണുമ്പോൾ രണ്ടും ഒരുപോലെയാണെന്ന്. അപ്പം നമ്മൾക്ക് അതെങ്ങനെ തിരിച്ചറിയാന്ന് ചോദിച്ചാൽ അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗത്തിൽ വരുന്നതിനനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. പറയും. ആരാണ് റാഫിക്കെ? അതെ അതെ, ഇഹ്മരിർ എന്നാണ് സങ്കല്പനയിലുണ്ടാകുക. അതുപോലെ ഇവിടെയൊക്കെ ഇദ്ഗാം അഴിച്ചിട്ടും സങ്കല്പനയിൽ നമ്മൾ പറയും. ഇപ്പോൾ യഹ്മറു എന്നുള്ളിടത്ത് യഹ്മരിറു എന്നുണ്ടാകുക, യഹ്മരിറു. അതുപോലെ യുഹ്മറു എന്നുള്ളിടത്ത് യുഹ്മറു എന്നുണ്ടാകുക സങ്കല്പനയിൽ. പക്ഷെ അത് രണ്ട് അക്ഷരങ്ങൾ ഒരേ അക്ഷരങ്ങൾ വന്നു കഴിയുമ്പോൾ ഇദ്ഗാം ചെയ്യൽ ചില സ്ഥലത്ത് നിർബന്ധമാകും. ആ നിർബന്ധമാകുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സങ്കല്പനയിൽ അത് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ ഇഫ്തഅല എന്നല്ലേ മാലി പറഞ്ഞ്, ഇഫ്തഅല. അതിൻ്റെ അംറ് എന്തേ പറഞ്ഞ്, ഇഫ്തഇൽ എന്നാണ് അംറ്. അതവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ വരയുന്നത്. ഇഫ്തഅല എന്നതിൻ്റെ അംറ് ഇഫ്തഇൽ എന്നാണ്.
അതേപോലെ ഇഹ്മററ, അതിൻ്റെ ഇഹ്മരിർ എന്ന അമ്ര വരിക. പക്ഷെ ഇദ്ഗാം ചെയ്യാൻ നിർബന്ധമാകുന്ന സ്ഥലമായതുകൊണ്ട് ഇഹ്മറ എന്ന് പറഞ്ഞു. ഇവിടെ ഇഫ് അല്ല. അതുപോലെ ഇഹ്മറ, രണ്ടോടത്തും ഇഹ്മറ പറഞ്ഞു. പക്ഷെ രണ്ടിൻ്റെയും സങ്കല്പനയിൽ വ്യത്യാസമുണ്ട്. അപ്പം മാലിയായ ഫീലാണ് ഇന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മുദാരിയായ അമ്രാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാവും മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? നമുക്കൊരു ഫീൽ കൂടി പറഞ്ഞു നോക്കുക. ഖറജ. ഖറജ ഖറജ എന്നത് ഈ രൂപത്തിൽ വരുമ്പോൾ എങ്ങനെ പറയും? ഖറജ എന്ന ഫീല് ഈ ബാബിൽ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? പറയും. അല്ല, ഇഖ്റജ സുക്കുനാക്കണ്ട, ഇഖ്റജ തന്നെ. ദഖലയാവുമ്പോൾ ഇത് ഖല്ല എന്നാവും. ദഖല ഫഅലാവുമ്പോൾ ഇഫ്അല, ദഖലയാവുമ്പോൾ ഇത് ഖല്ല. ഇത് ഖല്ല യദ്ഖല്ലു ഇദ്ഖിലാലൻ ഫഹുവ മുദ്ഖല്ലുൻ. വദുഖുല്ല യുദ്ഖല്ലു ഇദ്ഖിലാലൻ ഫഹുവ മുദ്ഖല്ലുൻ. അൽ അംറു മിൻഹു ഇദ്ഖല്ല വന്നഹ്യു ലാ തദ്ഖല്ല. ഓക്കെ, ഇതും കുറച്ച് എളുപ്പമുള്ളതാണ്. 9ാമത്തെ നോക്കണേ. ഇസ്തഫ്അല ആണോ? ഇസ്തഫ്അല അവിടെ 1, 2, 3 ആദ്യത്തെ 3 ലെറ്ററുകളും അധികമാണ്. ഫഅല എന്ന് വരുന്ന ഭാഗം നോക്ക്. ഫീലും ഐൻഫീലും ലാം ഫീലും അവസാനത്തെ 3 അക്ഷരമാണ്. സർഫാക്കുമ്പോൾ ഇസ്തഫ്അല യസ്തഫ്ഇലു ഇസ്തിഫ്ആലൻ. ഇസ്തഫ്അല യസ്തഫ്ഇലു ഇസ്തിഫ്ആലൻ ഫഹുവ മുസ്തഫ്ഇലുൻ. വസ്തുഫ്ഇല എൻ്റെ മാലി ഇസ്തഫ്അല, എൻ്റെ മുദാരി യസ്തഫ്ഇലു എന്നാണ്. ഇസ്തിഫ്ആലൻ മസ്ദർ, ഫഹുവ മുസ്തഫ്ഇലുൻ ഇസ്മു ഫായില്. വസ്തുഫ്ഇല മജ്ഹൂല്, മാലി മജ്ഹൂല്. യുസ്തഫ്അലു മുദാരി മജ്ഹൂല്. ഇസ്തിഫ്ആലൻ ഫഹുവ മുസ്തഫ്അലുൻ. ഒന്ന് മുസ്തഫ്ഇലുൻ എന്നാണ് ഇസ്മു ഫായില്, ഇവിടെ മുസ്തഫ്അലുൻ. അൽ അംറു മിൻഹു ഇസ്തഫ്ഇൽ വന്നഹ്യു ലാ തസ്തഫ്ഇൽ. അൽ അംറു മിൻഹു ഇസ്തഫ്ഇൽ വന്നഹ്യു ലാ തസ്തഫ്ഇൽ. ഉദാഹരണം ഇസ്തഖ്റജ. ഇസ്തഖ്റജ യസ്തഖ്രിജു ഇസ്തിഖ്റാജൻ ഫഹുവ മുസ്തഖ്രിജുൻ. വസ്തുഖ്രിജ യുസ്തഖ്റജു ഇസ്തിഖ്റാജൻ ഫഹുവ മുസ്തഖ്റജുൻ. അൽ അംറു മിൻഹു ഇസ്തഖ്രിജ് വന്നഹ്യു ലാ തസ്തഖ്രിജ്. ഇതിന് മാലി മാത്രം സർഫാക്കുകയാണെങ്കിൽ ഇസ്തഖ്റജ ഇസ്തഖ്റജ ഇസ്തഖ്റജു ഇസ്തഖ്റജത്ത് ഇസ്തഖ്റജത ഇസ്തഖ്റജ്ന ഇസ്തഖ്റജ്ത ഇസ്തഖ്റജ്തുമാ ഇസ്തഖ്റജ്തും ഇസ്തഖ്റജ്തി ഇസ്തഖ്റജ്തുമാ ഇസ്തഖ്റജ്തുന്ന ഇസ്തഖ്റജ്തു ഇസ്തഖ്റജ്ന. ഇസ്തഖ്റിജു അതൊക്കെ മുകളിൽ പറഞ്ഞു നോക്കാൻ തന്നെ മാലി മുദാരിയൊക്കെ സർഫാക്കി വരുമ്പോഴും നമ്മളത് ഓർത്തു വെക്കണേ. യസ്തഖ്റിജു യസ്തഖ്റിജാനി യസ്തഖ്റിജൂന. തസ്തഖ്റിജു തസ്തഖ്റിജാനി യസ്തഖ്റിജ്ന. തസ്തഖ്റിജു തസ്തഖ്റിജാനി തസ്തഖ്റിജൂന. തസ്തഖ്റിജീന തസ്തഖ്റിജാനി തസ്തഖ്റിജ്ന. അസ്തഖ്റിജു നസ്തഖ്റിജു. മുകളിൽ ഇഫ്തഅല
യഫ്തഇലു യഫ്തഇലാനി യഫ്തഇലൂന, യഫ്അലു യഫ്അല്ലാനി യഫ്അല്ലൂന ഒക്കെ അങ്ങനെ തന്നെ. സർഫാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുദാരി സർഫാക്കുമ്പോൾ നമ്മൾ യഫ്അലു യഫ്അലാനി യഫ്അലൂന എങ്ങനെയാണോ സർഫാക്കിയത് അതേപോലെ തന്നെ ഇവിടെയും വരും. ഇനി പിന്നെ മജ്ഹൂല് ഉസ്തുഖ്രിജ എന്ന മജ്ഹൂല്. ഉസ്തുഖ്രിജ ഉസ്തുഖ്രിജ ഉസ്തുഖ്രിജു ഉസ്തുഖ്രിജത്ത് ഉസ്തുഖ്രിജത ഉസ്തുഖ്രിജ്ന അങ്ങനെ സർഫായിപ്പോൾ. യുസ്തഖ്റജു യുസ്തഖ്റജാനി യുസ്തഖ്റജൂന തുസ്തഖ്റജു തുസ്തഖ്റജാനി യുസ്തഖ്റജ്ന. ഈ ലം വരുമ്പോഴും അങ്ങനെ തന്നെ നൂന് പോകും. ലം യസ്തഖ്രിജ് ലം യസ്തഖ്രിജാ ലം യസ്തഖ്രിജൂ ലം തസ്തഖ്രിജ് ലം തസ്തഖ്രിജാ ലം യസ്തഖ്രിജ്ന. ഏതുപോലെ ലം യഫ്അൽ ലം യഫ്അലാ ലം യഫ്അലൂ ലം തഫ്അൽ ലം തഫ്അലാ ലം യഫ്അൽന. അവിടെ സർഫാക്കി അതേപോലെ തന്നെ രൂപങ്ങളും വരും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറയും. കൺഫ്യൂഷൻ ഉണ്ടാ? ഇതാരൊന്നും പറയാത്ത അസീസ്ക? സാറേ ആ ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ ഇനിയിപ്പോൾ ഒരു നസറ എന്നൊരു ഫീൽ എടുക്കുകയാണ്. ഇസ്തൻസറ ഇസ്തൻസറ യസ്തൻസിറു സഹായം തേടുക. ഇസ്തൻസറ ഇസ്തൻസറ ഉണ്ട് അതുണ്ട്. നമ്മൾ ഉണ്ട് ഇതിൽ പഠിച്ചില്ലേ നമ്മൾ ക്ഷമന്റെ ബാബു നമ്മൾ ഓതിയോ? റിയാദ് സാലിഹില് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ടല്ലോ, അലാ തസ്തൻസിറു സഹായം തേടിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രയാസം വന്നപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കയിൽ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ചില ശത്രുക്കൾ ഒരുപാട് പീഡനങ്ങൾ നടത്തി, ഒരുപാട് പ്രയാസപ്പെടുത്തി മുസ്ലിമീങ്ങളെ. ഭക്ഷണം നൽകാതെയും വെള്ളം നൽകാതെയും വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടുമൊക്കെ. അപ്പോൾ ചില ആളുകൾ വന്ന് ചോദിച്ചു, നബി അള്ളാഹിനോട് നിങ്ങൾക്ക് സഹായം തേടിക്കൂടെ? അവിടെ ഉപയോഗിച്ച പദം അലാ തസ്തൻസിറു, അള്ളാഹുവിനോട് സഹായം ചോദിച്ചൂടെ, തേടിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞു, നിങ്ങളൊക്കെ അനുഭവിച്ചതിനും ഇരട്ടിക്കണക്കിന് അനുഭവം മുൻകാലങ്ങളിൽ ആളുകൾ അനുഭവിച്ചിരുന്നു. എന്നിട്ട് വരെ അവർക്ക് അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയിട്ടില്ല. ഒരാളെ കൊണ്ടുവന്ന് ഒരു കുഴി കുഴിച്ച് ആ കുഴിയിൽ നിർത്തി തലൻ്റെ മുകളിൽ വാള് വെച്ച് ഛേദിക്കും, നമ്മളാണല്ലേ പറഞ്ഞ്, ഓർക്കുന്നില്ലേ? എന്നിട്ടും അവരാ ദീനിൽ നിന്ന് എന്തായില്ല, അവർ വിശ്വാസത്തിൽ നിന്ന് ഈ പറയപ്പെട്ട പീഡനങ്ങളൊന്നും മാറിയില്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങളെന്താ ക്ഷമിക്കാത്തത്? ഇസ്ലാമിന് കീഴ്പ്പെടാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നിബിധങ്ങൾ പറയുകയുണ്ടായി. അപ്പം അവിടെ പ്രയോഗിച്ചതാണ്. ഈ ബാബും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഇസ്താന നമ്മൾ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അവിടെ ഈ ഇതല്ല വന്നിട്ടുള്ളത്. പക്ഷെ അത് മുഅത്തല്ലായ ഒരു ഫീലായതുകൊണ്ട് നമ്മുടെ ഇതേ രൂപത്തിലല്ല അത് വരിക. ഇസ്തആന യസ്തഈനു, ഇസ്തആന യസ്തഈനു.
ഇസ്തിആനതൻ ഫഹുവ മുസ്തഈനുൻ. അവിടെ വ്യത്യാസമുണ്ട്. വസ്തുഈന യുസ്തആനു ഇസ്തിആനതൻ ഫഹുവ മുസ്തആനുൻ. അൽ അംറു മിൻഹു ഇസ്തഇൻ. അവിടെ ഇസ്തഇൻ ഒരു അക്ഷരമാണ് പോയി. നമ്മൾ പറഞ്ഞല്ലോ, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വരുന്ന സമയത്ത് ചില അക്ഷരങ്ങൾ പോകും, ചിലത് പറയും, ചിലത് പറയില്ല, ചിലത് കളഞ്ഞു പോകും, ചിലത് വേറെ അക്ഷരമായിട്ട് മറിയും, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇത് നമ്മൾ സ്വഹീഹായ ഫീലുകളുടെ സർഫാക്കലാണ് ഇപ്പോൾ ക്ലിയറായിട്ട് അതിൻ്റെ പിക്ചർ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇസ്തഖ്റജ, ഇസ്തൻസറ, ഇസ്തദ്ഖല, ഇസ്തക്രമ, യസ്തക്രിമു, ഇസ്തശാറ, യസ്തശീറു, അതും എന്താണ് മുഅത്തല്ലാണ്. ഇസ്തശാറ, യസ്തശീറു, മുസ്തശാറുൽ അഅല, ഈ ഇതിലൊക്കെ കണ്ടില്ല നിങ്ങൾ, അൽ മുസ്തശാറുൽ അഅല, അഡ്മിനിസ്ട്രേറ്റർ, ഓരോ കമ്പനിക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേ രൂപത്തിൽ വന്ന 3 അക്ഷരം സായിദയായ ഒരു ഫീലാണിത്. ഇസ്തഖ്റജ യസ്തഖ്രിജു, ഇസ്തൻസറ യസ്തൻസിറു, ഇസ്തദ്ഖല യസ്തദ്ഖിലു, ഇസ്തക്തബ യസ്തക്തിബു, ഇസ്തദ്ഹബ യസ്തദ്ഹിബു. ഏതൊരു 3 അക്ഷരമുള്ള സുലാസി മുജറദിനെയും നമുക്ക് ഈ പറയപ്പെട്ട ബാബുകളിലേക്കൊക്കെ മാറ്റാൻ കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത കാറ്റഗറി നമുക്ക് അടുത്ത ദിവസം പറയാം. നമ്മൾ ജൻജാനിന് കുറച്ച് ഭാഗം ഒന്നെടുക്കാം. അൽ മുതഅദ്ദി വൽ ലാസിമു. മുതഅദ്ദിയും ലാസിമും. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന ഫിഇലിനാണ് മുതഅദ്ദി ആയ ഫീൽ എന്ന് പറയുന്നത്. ലാസിം എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ടുകടക്കാത്തത്. ഒബ്ജക്റ്റ് ഉള്ള ഫീലിന് മുതഅദ്ദി എന്ന് പറയും, ഒബ്ജക്റ്റ് ഇല്ലാത്ത ഫീലിന് ലാസിം എന്ന് പറയും. ഫീലിൻ്റെ മറ്റൊരു തരം കാറ്റഗറൈസേഷനാണിത്. മുൻപ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 3, 4, 3 മസീദ് ഫീഹി, 4+ മസീദ് ഫീഹി എന്നത് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അത് കടക്കാത്തതിനെ ഒരു പേരും കടക്കുന്നതിനൊരു പേരും ഉള്ളിലേക്ക് വിട്ടുകടക്കുന്നതിന് ഒരു പേരാണ്. തൻബീഹുൻ ഉണർത്തലാണ്. തൻബീഹുൻ, നബ്ബഹ യുനബ്ബിഹു തൻബീഹുൻ. നമ്മൾ ഫഅല യുഫഇലു തഫ്ഈൽ, ആ വസനാണത്. നബ്ബഹ യുനബ്ബിഹു തൻബീഹ്. മുനബ്ബിഹ് എന്ന് പറയും, അലാറം. അലാം പറയില്ല നമ്മൾ, അലാറം അടിച്ചു, അതിന് മുനബ്ബിഹ് എന്ന് പറയാം. അൽ ഫിഇലു ഇമ്മാ മുതഅദ്ദിൻ. ഫിഇല് ഒന്നിരിക്കെ മുതഅദ്ദി ആയിരിക്കും. മുതഅദ്ദിൻ. വഹുവ, മുതഅദ്ദി എന്ന് പറഞ്ഞാൽ അല്ലദി, ഒരു ഫിഇലാണ്. യതഅദ്ദ, അത് വിട്ടുകടക്കും. ഇലാ മഫ്ഊലിൻ ബിഹി, മഫ്ഊലിൻ ബിഹിയിലേക്ക് വിട്ടുകടക്കും, ഒബ്ജക്റ്റിലേക്ക് വിട്ടുകടക്കും. മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന ഫീലിനിക്ക് മുതഅദ്ദി എന്ന് പറയും. ഏതുപോലെ? കൗലിക, നിന്റെ വാക്ക് പോലെ. ലറബ്തു സൈദൻ, ഞാൻ സൈദിനെ അടിച്ചു. ഇവിടെ ലറബ, അടിച്ചു, ഞാൻ അടിച്ചു. ആരെ അടിച്ചു? സൈദൻ, സൈദിനെ. അടിക്കുക എന്ന എൻ്റെ പ്രവർത്തനം സൈദിലേക്ക് വിട്ട് കടന്നു. അപ്പം അത്തരം ഫീലുകൾക്ക് ഒന്നിരിക്കെ ഫീലുകൾ മുതഅദ്ദി ആയിരിക്കും. വയുസമ്മ, പേര് പറയപ്പെടും, ഇതിന് പേര് പറയപ്പെടും. ഐലൻ, മുതഅദ്ദി എന്ന പേരിന് പുറമെ ഇതിന് പേര് പറയപ്പെടും വാക്കിഅൻ വ മുത്തജാവിസൻ. വാക്കിഅ എന്നും മുത്തജാവിസ് എന്നും പേര് പറയപ്പെടും.
വാക്കിഅ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്, മുത്തജാവിസ് എന്ന് പറഞ്ഞാൽ കടന്ന് പോകുന്നത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ മഫ്ഊലിലേക്ക് സംഭവിക്കുന്നത്, മഫ്ഊലിലേക്ക് കടക്കുന്നത്, ഇങ്ങനെ ഒരു പേര്, രണ്ട് പേര് അതിന് വേറുണ്ട്, മുത്തജാവിസ് വാക്കിഅ. വ ഇമ്മ ഗൈറു മുതഅദ്ദിൻ, മുകളിലേക്ക് കേട്ടോ, ഒന്നിരിക്ക മുതഅദ്ദിയാണ്, അല്ലെങ്കിൽ ഗൈറു മുതഅദ്ദിൻ, മുതഅദ്ദി അല്ലാത്തതാണ്. വഹുവല്ലദി, എന്താ മുതഅദ്ദി അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ലം യതജാവസിൽ ഫാഇല, ഫാഇലിനെ അതെന്താക്കുകയില്ല, വിട്ടുകടത്തുകയില്ല. ഫായിലിനെ അത് വിട്ടുകടത്തൂല, അങ്ങനത്തെ ഫീലാണ്. ഫായിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കൗലിക്ക നിന്റെ വാക്ക് പോലെ, ഹസുന സെയ്ദുൻ, സെയ്ദ് ഭംഗിയുള്ളവനായി, സെയ്ദ് ഭംഗിയുള്ളവനായി. അപ്പം അവിടെ ഭംഗി സെയ്ദിലാണ്, അത് സെയ്ദ് എന്ന് വേറൊരാളിലേക്ക് വിട്ടുകടക്കൂല ആ ക്രിയ, അത്തരം ഫീലുകൾ. അപ്പോൾ ഹസുന എന്നത് മുതഅദ്ദി അല്ലാത്ത ഫീലാണ്. ദറബ എന്നുള്ളതോ മുതഅദ്ദിയായ ഫീലാണ്. അപ്പം ഇങ്ങനെ ഫീലിനെ രണ്ട് ഇനങ്ങളാക്കി മറിക്കും, തിരിക്കും. ഉസമ്മ, ഇതിന് പേര് പറയപ്പെടും ലാസിമൻ എന്ന് പേര് പറയപ്പെടും. ഇപ്പോൾ വൈറ വാക്കിഅ എന്നും പേര് പറയപ്പെടും. ലാസിമ എന്നും പേരുണ്ട്, വൈറു വാക്കി, വൈറു മുതഅദ്ദി എന്നൊക്കെ ഇതിന് പേരുണ്ട്. ലാസിമ എന്ന് പറഞ്ഞാൽ എന്താ, ഒരവസ്ഥയെ തന്നെ നിർബന്ധമാക്കുന്നത്, മാറൂല, അത് ചേഞ്ച് ഇല്ല, അതിന് മഫൂലിലേക്ക് വിട്ടു കിടക്കൂല. അപ്പോൾ നോക്കണേ, അപ്പോൾ ലാസിമായ ഫീല്, മുതഅദ്ദിയായ ഫീല് എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടോ, മുതഅദ്ദിൻ എന്നാണ് പ്രയോഗിച്ചത്. മുതഅദ്ദിൻ ഫീല് എന്നുള്ളത് മുബ്തദയാണ്, നമ്മൾ നഹ്വിൽ പഠിച്ചിരുന്നു. ഈ മുബ്തദഇൻ്റെ ഖബറാണ് മുതഅദ്ദിൻ എന്നുള്ളത്. കാണുമ്പോൾ അത് കസ്റാണ്, പക്ഷെ അതിൻ്റെ അടിസ്ഥാനം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു യാ ഉണ്ടായിരുന്നു. അൽ മുതഅദ്ദി എന്ന് പറയുമ്പോൾ ഒരു യാ ഉണ്ടായിരുന്നു, ഇവിടെയും യാ ഉണ്ടായിരുന്നു. അപ്പം മുതഅദ്ദിയുൻ എന്നാണ് അസ്ൽ വരിക. ശ്രദ്ധിക്കണേ, മുതഅദ്ദിയുൻ, മുതഫഇലുൻ, ആ ബാബിലാണ് വരിക. തഫഅല യതഫഅലു, തഫഅല യതഫഅലു എന്നുള്ള ബാബിൻ്റെ ഇസ്മു ഫായിലാണ് മുതഫഇലുൻ എന്നുള്ളത്. അതേപോലെ തഅദ്ദാ യതഅദ്ദാ, അതിൻ്റെ ഇസ്മു ഫായിലാണ് മുതഅദ്ദിൻ എന്നുള്ളത്. ശരിക്കും അതിൻ്റെ അസ്ൽ എന്താ വരേണ്ടത്, മുതഅദ്ദിയുൻ എന്നാണ്. യാ ബലഹീനമായ ലെറ്റർ ആയതുകൊണ്ട് യാഇൻ്റെ ലമ്മ് കളഞ്ഞുപോയി. യാഇന് താങ്ങാത്ത ഒരു ഹർക്കത്താണ് ലമ്മത്ത്. യാ ലഈഫ, ബലഹീനമായ ലെറ്ററാണ്, അലിഫും വാവും യാവും. ഈ ലെറ്ററുകളൊന്നും ലമ്മത്തിനെയും കസ്റത്തിനെയും ഒന്നും താങ്ങാൻ കഴിയില്ല. അപ്പം ലമ്മ് വന്നപ്പോൾ ലമ്മിനെ കളഞ്ഞു. ലമ്മ് കളഞ്ഞപ്പോൾ പിന്നെ എന്തായി, അവിടെ ആ യാഇനക്ക് സുക്കൂനാണ്. അതുപോലെ തൻവീനിനും സുക്കൂനാണ്. തൻവീൻ ഒരു നൂനുണ്ടല്ലോ അവിടെ, തൻവീൻ്റെ നൂന്. രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ നിന്നും ഒന്നിനെ കളയണം എന്നാണ്. രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അപ്പോൾ യാഇനെ കളഞ്ഞു, അപ്പോൾ തൻവീന് ഈ ദാലിലേക്ക് നീങ്ങി, അപ്പോൾ മുതഅദ്ദിൻ എന്നായി. മുതഅദ്ദിൻ ഇവിടെ കണ്ടോ, വഹുവല്ലദി യതഅദ്ദാ, അതൊരു ഫീലാണ്. യതഫഅലു എന്ന് പറഞ്ഞല്ലോ നമ്മൾ, തഫഅല യതഫഅലു, അതേ രൂപത്തിൽ തഅദ്ദാ യതഅദ്ദാ, തഅദ്ദാ യതഅദ്ദാ. അതാ നമ്മൾ ഏതൊരു ഫീല് കണ്ടാലും അത് ഏത് ബാബിലാണ്, എത്രണ്ണം അതിന് അധികം വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, പറയാൻ പറ്റും. ഇപ്പം തഅദ്ദാ യതഅദ്ദാ, തഫഅല യതഫഅലു, അതിലധികം വന്നത് താവും പിന്നെ ഐൻ ഫീലിനിക്ക് ഒരു ഇരട്ടിപ്പിച്ചതുമാണ്, രണ്ടെണ്ണം വന്നു. അതേപോലെ ഇവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ട്, ഇവിടെയും താ അധികം വന്നിട്ടുണ്ട്, ദാലിന് ശബ്ദ ഉണ്ടല്ലോ ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അദാ യഅ്ദു എന്നാണ് ഇതിൻ്റെ മുജറദ് വരിക. അദാ യഅ്ദു, ഫഅല യഫ്അലു എന്ന് പറയുന്ന പോലെ അദാ യഅ്ദു. ലറബ്തു സൈദൻ വ യുസമ്മ, ആണോ, അതൊരു ഫീലാട്ടോ, യുസമ്മ. അത് നമ്മൾ ഫഅല യുഫഇലു, ഫുഇല യുഫഅലു അല്ലേ, ഫുഇല യുഫഅലു. അതേപോലെ സമ്മാ യുസമ്മി, സുമ്മിയ യുസമ്മ, മജ്ഹൂലാണ്. യുസമ്മ എന്നുള്ളത് മജ്ഹൂലാണ്, സുമ്മിയ യുസമ്മ. വാക്കിഅൻ, ഉണ്ടോ, വാക്കി എന്നുള്ളത് വഖഅ യഖഉ,
അതിൻ്റെ ഇസ്മു ഫായിലാണ് വാക്കിഅൻ. മുത്തജാവിസൻ അതും ഇസ്മു ഫായിലാണ്. ഇതിൻ്റെ തജാവസ യതജാവസു, തജാവസ യതജാവസു, തജാവുസൻ ഫഹുവ മുത്തജാവിസുൻ, തഫാഅല യതഫാഅലു, തഫാഉലൻ ഫഹുവ മുതഫാഇലുൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു വെച്ച ആ ബാബുകളുമായി ബന്ധപ്പെട്ട ആ ഫീലുകളാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച 3 വരിയിൽ വന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എവിടെ സുഹേൽ സാറേ? ആ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച സുലാസി മസീദ് ഫിഹിയിലെ പല ബാബുകളും ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോ ലം യതജാവസ്, ലം യതജാവസ്, തജാവസ യതജാവസു, അത് ലം വന്നപ്പോൾ ലം യതജാവസ്, അത് പിന്നെ കസ്ർ കൊടുത്തത് എന്താണ്? വേറെ രൂപത്തിലാണ്. ലം യതജാവസ് എന്നുണ്ടാവുക. വയുസമ്മ ഐളൻ വാക്കിഅൻ വമുതജാവിസൻ വഇമ്മാ ഗൈറു മുതഅദ്ദിൻ വഹുവ അല്ലദീ ലം യതജാവസിൽ ഫാഇല കഖൗലിക ഹസുന സൈദുൻ വയുസമ്മ ലാസിമൻ വഗൈറ വാക്കിഇൻ. ഇതിന് ലാസിം എന്നും പറയും, ഗൈറു വാക്കിഇ എന്നും പറയും. അപ്പോൾ ഫീലിനെ നമ്മൾ സുലാസി, റുബാഇ എന്നിങ്ങനെ തിരിച്ചു. അതുപോലെ ഫീലിനെ നമ്മൾ സാലിമ് വൈറു സാലിമ് എന്നുള്ളത് തിരിച്ചു. ഇത് വേറൊരു ഐറ്റം തിരിക്കലാണ് ഫീലിനെ. മുതഅദ്ദി, ലാസിം നമ്മൾ മനുഷ്യന്മാരെ തിരിക്കണ പോലെ ഇന്ത്യക്കാരൻ അതുപോലെ ഇന്ത്യക്കാരൻ അല്ലാത്തവൻ എന്ന രൂപത്തിൽ നമ്മൾ മനുഷ്യന്മാരെ തിരിക്കും. കേരളക്കാരൻ കേരളക്കാരല്ലാത്തവൻ, കറുത്തവൻ വെളുത്തവൻ എന്ന രൂപത്തിൽ തിരിക്കും. നീളമുള്ളവൻ നിറം കുറഞ്ഞവൻ എന്നുള്ള രൂപത്തിൽ തിരിക്കും. അതേപോലെ ഫീലിനെ വ്യത്യസ്ത പ്രത്യേകതകളെ പരിഗണിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യസ്ത തിരിക്കലുകൾ, മാറ്റം വരുത്തലുകൾ ചെയ്യും. അങ്ങനെപ്പെട്ടൊരു ഐറ്റമാണ് മുതഅദ്ദി, ലാസിം എന്നുള്ളത്. കുറച്ചും കൂടി അതിൽ പറയാണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പറയാം. ക്ലിയർ ആണോ? ഇപ്പോൾ പറഞ്ഞത് ഓക്കെ ആണോ? നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. ഫീല് 2 വിധം. നമ്മളിത് ഇംഗ്ലീഷിലൊക്കെ ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. അറബിയിൽ പറയാം മുതഅദ്ദി, ലാസിം എന്ന് പറയാം. ഇനി ലാസിമിനെ മുതഅദ്ദി ആക്കും, അതിന് ചില മാർഗങ്ങളുണ്ട്. അതാണ് പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ലാസിമിനെ മുതഅദ്ദി ആക്കും, അതിന് ചില മാർഗങ്ങളുണ്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ് എടുത്തൂടെ? നമ്മളൊരു ക്ലാസ് കൂടി ഉണ്ട് ബാക്കി. നാളെ പ്രശ്നമുണ്ടോ? ഇത് കംപ്ലീറ്റ് ചെയ്യാം. നാളെ എടുത്തൂടെ? ഇൻഷാ അല്ലാഹ് എന്നാ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലി അലൈഹി വസല്ലം. ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.